ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിന് ഹൈദരാബാദ് പോകണേ. അവിടെ എൻ്റെ ഒരു കസിൻ ചേച്ചി ഉണ്ട്. അപ്പോൾ ചേച്ചിയുടെ അടുത്തോട്ട് പോകണേ. ചേച്ചിൻ്റെ ഇത് പറഞ്ഞിട്ടൊന്നുമില്ല വരുന്നുണ്ടെന്ന്. വരുന്നോന്ന് എൻ്റെ അടുത്ത് ചേച്ചി. അപ്പോൾ ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞ് എന്നിട്ട് ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല. നേരെ പോകണേ. ഇതാണ് ഇപ്പോൾ ബാംഗ്ലൂരിലെ കാഴ്ചകൾ. ഹലോ, നമ്മളങ്ങനെ ഹൈദരാബാദ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഇതാണ് ഹൈദരാബാദ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് ബസ് സ്റ്റാൻഡിലോട്ട് പോകണം. ഇവിടെയാണ് ബസ് സ്റ്റാൻഡ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റീൻ്റെ അടുത്തോട്ട് പോകണേണ്. സോ അവിടെ എൻ്റെ കസിൻ ചേച്ചി ഉണ്ട്. അപ്പോൾ ചേച്ചി സ്റ്റേ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 40 റുപ്പീസാണ് ടിക്കറ്റ് ആയത് അവിടം വരെ. ഹൈദരാബാദ് ബസ് ഇവിടെ ഉണ്ട്. നമ്മൾ ഇറങ്ങിയത് ഹൈദരാബാദ് റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് കാലി ബസ്സാണ്. ഇവിടുന്ന് കുറേ സ്ഥലത്തോട്ട് ബസ് ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് അവിടുത്തെ കണ്ടക്ടർ ഒരു പുള്ളി വന്ന് ചോദിച്ച് ട്രാവൽ ടിക്കറ്റ് വേണമെന്ന് ചോദിച്ചു. 130 റുപ്പീസാണ്. 24 hours അൺലിമിറ്റഡാണ്. എങ്ങോട്ട് വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. ആ ഒരു മോഡ് നോക്കട്ടെ. ഞാൻ എന്തായാലും ആലോചിച്ചിട്ട് എടുക്കാമെന്ന് ഓർത്തത്. നമ്മൾ ബാഗൊക്കെ ഇങ്ങനെ ഇവിടെ ഉണ്ട് കേട്ടോ. ബാഗിൻ്റെ ആളൊക്കെ ഇത്തിരി ടാസ്ക്. വെയിറ്റ് കൂടുതല ബാഗിൻ്റെ. എൻ്റെ ബാഗിനൊരു 8-9 കിലോ വരെ ബാഗിൻ്റെ കപ്പാസിറ്റി. ഞാനിപ്പോൾ തൂക്കണ 12 കിലോ പ്ലസ് ഉണ്ട്. ബാഗ്, ടെൻറ്റ്, സ്ലീപ്പിംഗ് ബാഗ്, സ്ലീപ്പിംഗ് മാറ്റ്, പിന്നെ ലാപ്ടോപ്പ്, ചാർജർ, ക്യാമറയുടെ കുറച്ച് അക്സസറീസ്, അങ്ങനെ എല്ലാം കൂടി ഇത്രയും കിലോ വരുന്നുണ്ട്. അപ്പോൾ ബാഗ് അവിടെ വെച്ചിട്ട് പയ്യെ കറങ്ങാനുള്ള മൂഡിലാണ് ഒന്ന് ഫ്രഷായിട്ട്. കച്ചിബോളി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഉള്ളത്. നമ്മുടെ യൂണിവേഴ്സിറ്റീനെ പുറത്താക്കുന്നത്. അപ്പോൾ ചേച്ചി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം നമുക്ക് നൈസായിട്ട് വിളിക്കുക. വരുന്ന വഴിക്കൊക്കെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. അങ്ങനെ ബസ്സിലിരുന്ന് ബസ്സിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നീ നടന്നു വന്ന വഴി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ചുറ്റിനും മരങ്ങൾ, നടുക്കും മരങ്ങൾ. നല്ലൊരു റിഫ്രഷിങ് ഫീലുണ്ട് ഈ സ്ഥലം. ഫ്രഷ് എയർ. ഞാനങ്ങനെ യാത്ര ചെയ്യുമ്പോൾ TS വണ്ടി അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. തെലുങ്കാന സ്റ്റൈലിൽ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. റെയറായിട്ടൊക്കെ കണ്ടിട്ട് പുറത്തിങ്ങനെ വെച്ച് കാണുന്നത് TS വണ്ടി അങ്ങനെ കണ്ടിട്ടുള്ളൂ. നമ്മളങ്ങനെ യൂണിവേഴ്സിറ്റീൻ്റെ അകത്തോട്ട് കയറിയിട്ടാ. അവിടെ എൻട്രിയിൽ പേരൊക്കെ എഴുതി കൊടുത്ത്, ചേച്ചീൻ്റെ ID ഒക്കെ എഴുതി കൊടുത്ത് അവിടെ കയറിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ സ്ഥലം. ഇപ്പം നമ്മൾ 1.5 കിലോമീറ്റർ നടന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറച്ചും കൂടി ഉണ്ട് ചേച്ചിയുടെ ഹോസ്റ്റലിലോട്ട്. ഞാനിപ്പോൾ വിസിറ്ററായിട്ടൊക്കെ കയറണം. സ്റ്റേയിൻ്റെ കാര്യം ഉറപ്പൊന്നുമില്ല, എന്നാലും സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സെറ്റാകുമായിരിക്കും. ഹായ്, എന്തായാലും കുറേ നാളായില്ല കണ്ടിട്ട്. 2 വർഷം എന്തായില്ലേ? 2 വർഷം എന്തായില്ലേ? നമ്മളങ്ങനെ ചേച്ചിയുടെ ഹോസ്റ്റലിൽ എത്തിയിട്ടോ. ഹോസ്റ്റലിൻ്റെ പുറത്താണ്, അകത്തോട്ട് കയറാൻ പറ്റില്ല. ലേഡീസ് ഹോസ്റ്റലായതുകൊണ്ട്. ഇങ്ങനെ റൈറ്റിലേക്ക് കാണാം ആൾക്കാരൊക്കെ ഇറങ്ങി പോകുന്നു. ചേച്ചി റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇപ്പം എനിക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നു കേട്ടോ. പൂരിയും ഗ്രീൻ പീസ് കറി. കുഴപ്പമില്ല, ഹോസ്റ്റലിലെ ഫുഡൊക്കെ കണക്കാം. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടിരിക്കാമെന്ന് പറഞ്ഞു. ചേച്ചി പോയി റെഡി ആയിട്ട് ഇപ്പോൾ വരും. എന്നിട്ട് നമുക്ക് സ്റ്റേ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. നമ്മളങ്ങനെ യൂണിവേഴ്സിറ്റീൻ്റെ അകത്ത് ബസ്സിൽ കയറി കേട്ടോ. എങ്ങോട്ടാ പോകണം? ഏകദേശം ഇപ്പോൾ സ്റ്റേ സെറ്റായിരുന്നു കേട്ടോ. സെറ്റല്ലേ? ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഷട്ടിൽ ബസ് ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നടന്ന് ഉപ്പാട് വരും. കുറേ നടക്കാനുണ്ട്.
ലൈബ്രറിയിലൊക്കെ പോണെങ്കിൽ ബസ് പിടിക്കേണ്ട അവസ്ഥയാണ്. ഇത് കുസാറ്റിനയിലൊക്കെ വരുന്നതാണല്ലേ? കുസാറ്റിനയിലൊക്കെ വരുന്നതാണല്ലേ? 2000 ഏക്കർ. നമുക്കങ്ങനെ സ്റ്റേ ഒക്കെ സെറ്റ് ആയിട്ടാ. ഹോസ്റ്റലിലെ റൂമിലാണ്. ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ ഒപ്പമാണ് ഞാനിപ്പോൾ. പുള്ളിയുടെ ബെഡാണ്. അപ്പോൾ പുള്ളി ക്ലാസ്സിൽ പോയി. അപ്പോൾ ഞാനവിടെ ഹോസ്റ്റലിലെ വാഷ്റൂമൊക്കെ യൂസ് ചെയ്ത് എന്നിട്ട് എൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് റൂമിൽ വന്ന് കിടന്ന് ഉറങ്ങണേ. 2 hours later. നമ്മളങ്ങനെ കായൽ റെസ്റ്റോറൻറ്റ് നിൽക്കണ്ട ഫുഡ് അടിക്കാനായിട്ട്. ഇവരൊന്നും ഹോസ്റ്റലിൽ നിന്ന് അങ്ങനെ ഫുഡ് കഴിച്ചിട്ടില്ല. അനുപമ സുകുമാരൻ. ഡെയിലി ഉക്കമായി നടക്കണല്ലേ? ഹാപ്പിയാ ഹാപ്പിയാ? രണ്ട് പപ്പടം കിട്ടിയിട്ട് അയ്യോ. നമ്മുടെ നാട്ടിലെ ബിരിയാണിയാ അല്ലെങ്കിൽ ഹൈദരാബാദി? A few moments later. നമ്മളങ്ങനെ നൈറ്റ് പുറത്തോട്ട് ഇറങ്ങിണ്ടാവും. നമ്മളിവിടെ നിന്ന് റോള് വാങ്ങിയിട്ടുണ്ട്. കുമ്മാരൊക്കെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണേ. കടി പിടിച്ച് വന്നിട്ട് എന്ത് ശാന്തനായിട്ട് നിൽക്കാം. നമ്മളൊരെണ്ണത്തിന് ഇട്ട് കൊടുത്ത് കുമ്മാരെ തമ്മിൽ കടിയാവും. പിന്നെ വെറുതെ എന്തിനാ ഇട്ട് കൊടുത്ത് വള്ളിയാവണം. അമ്മമാരെ വിടണില്ല കേട്ടാ, പുറകെ ഞാൻ. ഇതാണ്ട റോള്. എവിടെ പോയി നിന്ന് തിന്നും. പുറകിലല്ല സ്ഥലമുണ്ട്. എന്താണ് ബ്രോ? നോക്കിയിരിക്കണുണ്ട്. 2 3 ഞാൻ പെട്ടെന്ന് കയർത്ത് ഞാൻ രക്ഷപ്പെട്ട്. ഇനിയിപ്പോൾ ഇവന്മാരെന്നെ മൈൻഡ് ചെയ്യില്ല. വേറെ ഒരുത്തരം കൂടെ ഉണ്ടായിരുന്നു അവിടെ. അവിടുത്തെ റോൾ അടിപൊളിയാണ് കേട്ടോ. ചിക്കൻ റോൾ തീർന്ന് ഒന്നുമില്ല. എങ്ങനെയുണ്ട് ചിക്കൻ റോൾ? ചിക്കൻ റോൾ കൊള്ളാം. പറ, ആദ്യമായിട്ട് വന്ന ആളല്ലേ, പറ എങ്ങനെ? 60 രൂപ കൊള്ളാം കേട്ടോ. 60 രൂപ കൊള്ളാം. അതാണ് കൽക്കത്ത റോൾ എന്ന് പറയുന്ന ഐറ്റം. സഞ്ജന ആദ്യമായിട്ട് കട നടക്കുന്നത് ഇവിടെ സി ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റിംഗ് ഷെഡിലായിരുന്നു. ആര് കട നടത്തുന്നത്? സഞ്ജണ്ണനെ. അവിടുത്തെ പുള്ളിയല്ലേ മുടി വളർത്തി? പുള്ളി കട തുടങ്ങുന്നത് അന്ന് കടയല്ല, മറ്റേ ടേലയാണ്. നമ്മുടെ വണ്ടി പോലെ അതായിരുന്നു. അത് ഈ സി ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലായിരുന്നു. അവിടെ നമ്മുടെ അവിടെ ബൈക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പില്ലേ, അതേപോലെ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ക്യാമ്പസിൽ വരുന്ന സമയത്ത് 2017 അവിടെയായിരുന്നു ഷോപ്പ്. പിന്നീട് ജോയിൻ ചെയ്ത സമയത്താണ് ഞാൻ അറിയണം ഇങ്ങോട്ട് ഷോപ്പ് കിട്ടിയതൊക്കെ. ഇപ്പം റീസെൻ്റ്ലി ഞാൻ അറിയുന്നത്. പക്ഷെ അന്നോട്ട് നമുക്ക് നല്ല കമ്പനിയുള്ള മനുഷ്യനാണ്. അന്ന് ഈ റോളൊന്നുമില്ല. ഒന്ന് മാഗിയും ബ്രെഡ് ഓംലെറ്റും മാത്രമേ ഉള്ളൂ. പിന്നെ ചായ. അതുകൊണ്ട് ചായ വേണോ? ചായ നമ്മൾ കുടിച്ചില്ല. ഇവര് വീണ്ടും വന്ന് മാഗി തന്നെ, ചിക്കൻ മാഗി. നമ്മളങ്ങനെ നൈറ്റ് ഇറങ്ങി നടക്കണേ. ഇപ്പോൾ എത്രയും 1:30 2 മണിയായില്ല. 2 മണിയാവുന്നു. 1:50.